ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹെർബേഷ്യൻ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഒരു ഹെർബേഷ്യൻ പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജർമ്മൻ ഫിലോസഫറും ഗ്രേറ്റ് എഡ്യൂക്കേഷനിസ്റ്റുമായിട്ടുള്ള ജോഹാൻ ഫ്രെഡറിക് ഹെർബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പർസെപ്റ്റീവ് മാസ് തിയറി ഓഫ് ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്ലാനിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ തിയറീൻ്റെ ബേസിസിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണ്. എല്ലാ നോളജും പുറത്തു നിന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഫ്രം ഔട്ട്സൈഡ്, ദ നോളജ് ഈസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ദ സ്റ്റുഡൻറ്റ് ഓർ ദ ലേണർ ഈസ് ലൈക്ക് എ ക്ലീൻ സ്ലേറ്റ്. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പുതിയ നോളജ് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ പഴയ നോളജുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ പഴയ നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ പുതിയ ലാംഗ്വേജ് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് അക്വയർ ചെയ്യാനും ഒരുപാട് കാലം അത് അവരുടെ മനസ്സിൽ നിലനിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചിങ് കണ്ടൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു യൂണിറ്റ്സ് ആയിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. ഈ യൂണിറ്റ്സ് ഒക്കെ എന്താണ്, ഒരു ലോജിക്കൽ സീക്വൻസിലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇദ്ദേഹം ടീച്ചർ പ്രസൻറ്റേഷനാണ് കൂടുതൽ എംഫസൈസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജോൺ ഫ്രെഡറിക് ഹെർബർട്ട് ഒരു 6 സ്റ്റെപ്സ് ലെസൺ പ്ലാനിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 6 പ്ലാൻസ് എന്താണെന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വൺ പ്രസൻറ്റേഷൻ, തേർഡ് വൺ അസോസിയേഷൻ, ഫോർത്ത് വൺ ജനറലൈസേഷൻ, ഫിഫ്ത്ത് വൺ ആപ്ലിക്കേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റീക്യാപിറ്റുലേഷൻ. എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ, റീക്യാപിറ്റുലേഷൻ. ഈ ഒരു സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് ഇതല്ലാതെ ബി.എഡിൻ്റെ എക്സാമിനല്ലാതെ സെറ്റോ അല്ലെങ്കിൽ കേട്ടറ്റ് പോലത്തുള്ള എക്സാമുകളിലൊക്കെ ചിലപ്പോൾ ഈ ഒരു ഓർഡർ ചോദിക്കാം. സോ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുട്ടികളെ ഒരു ലെസൺ ഇപ്പോൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ പ്രീവിയസ് നോളജുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. എങ്ങനെയാണത് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, അവരിൽ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ കൊണ്ടുവന്ന് പഴയ നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ന്യൂ നോളജ്, അവരുടെ പ്രീവിയസ് നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ന്യൂ നോളജ് നമ്മൾ അല്ലെങ്കിൽ ഒരു ലെസൺ നമ്മൾ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നമ്മൾ പഠിപ്പിക്കാൻ. ആ ഒരു ഇൻട്രൊഡ്യൂസ് സെക്ഷനിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ബൈ മേക്കിംഗ് അപ്പീൽ ടു ദെയർ സെൻസസ്, അവരുടെ സെൻസ് ഓർഗൻസ്, അതായത് അവിടെ കണ്ണനായിക്കോട്ടെ ചെവിക്കായിക്കോട്ടെ എല്ലാത്തിനും ഒരു നല്ലൊരു അപ്പീലിംഗ് ആയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് അവരിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ലെസൺ എന്ത് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ മൈൻഡ് എന്താണ്, റെഡി ആവുകയാണ്. ഒരു ന്യൂ നോളജ് റിസീവ് ചെയ്യാൻ വേണ്ടി ചൈൽഡിൻ്റെ മൈൻഡ് എന്താണ്, പ്രിപ്പയർ ആവുകയാണ്. ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ ലെസൺ പ്ലാൻ്റെ ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമുക്ക് പ്രീവിയസ് നോളജ് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരുപാട് അങ്ങോട്ട് ലോങ് ആവാൻ പാടില്ല. ഇതൊരു കുറച്ച് ബ്രീഫായിട്ട് വേണം ചെയ്യാൻ. നമുക്ക് കുട്ടികളുടെ പ്രീവിയസ് നോളജൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ലെസൺ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ചില സമയത്ത് നമുക്ക് എന്താണ്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ എന്താണ് എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ ചാർട്ട്, മോഡല് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറി, അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ വെച്ച് നമുക്കൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, കുട്ടികളുടെ ക്യൂരിയോസിറ്റി കൂടുകയാണ്, കുട്ടികൾക്കുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുകയാണ്. ഇതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ അദ്ദേഹം പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം, ദാറ്റ് ഈസ് പ്രസൻറ്റേഷൻ. ഇവിടെയാണ് ഒരു ആക്ച്വൽ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ബോത്ത് ടീച്ചറും സ്റ്റുഡൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടീച്ചേഴ്സിന് ഒരുപാട് ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യാം. എന്തിന് വേണ്ടിയിട്ട്, ലെസൺ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്.
ICT ഒക്കെ നമുക്കിവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ടു പ്രസൻറ്റ് സംതിങ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് അസോസിയേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഡെയിലി ലൈഫിൽ സിറ്റുവേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളൊക്കെ സൈറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അതവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ കൊടുത്തിട്ട് അവരുടെ തന്നെ ലൈഫിലുള്ള ഓരോ എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഫോർത്ത് സ്റ്റെപ്പ് നോക്കാം, ദാറ്റ് ഈസ് ജനറലൈസേഷൻ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വയമായിട്ട് ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസൊക്കെ ഫ്രെയിം ചെയ്തെടുക്കും. അത് ചിലപ്പോൾ ശരിയാവണം എന്നില്ല, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റോങ് ആയിരിക്കാം. അത് കറക്റ്റ് ചെയ്യുകയും കംപ്ലീറ്റ് ആക്കി കൊടുക്കേണ്ടയും ചെയ്യേണ്ടേ, അത് ഗൈഡ് ചെയ്യേണ്ടതൊക്കെ റൂൾ ആരതാണ്? ടീച്ചേഴ്സിൻ്റെയാണ്. അവരെ കറക്റ്റ് ഒരു ജനറലൈസേഷനിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് ടീച്ചറാണ്. ഇതാണ് ഈ ഒരു ജനറലൈസേഷനിൽ പറയുന്നത്. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച നോളജ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെർട്ടൻ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള റീക്യാപിറ്റുലേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ടീച്ചർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികൾ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു റീക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ ക്ലാസ് എത്രത്തോളം അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ്നെസ് ഈ ഒരു ക്ലാസ് കുട്ടികൾ ഉണ്ടാക്കി എന്നൊക്കെ കുട്ടികളോട് ചോദ്യം ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അതായത് കുട്ടികളോട് ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പോൾ എടുത്ത ക്ലാസ്സിൻ്റെ ബേസിൽ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാവല്ലോ അവരുടെ ആൻസേഴ്സിൽ നിന്ന് ക്ലാസ് എത്രത്തോളം അവർക്ക് മനസ്സിലായി, എഫക്റ്റീവ്നെസ് ഓഫ് ദ ക്ലാസ് ഒക്കെ ടീച്ചർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പുറമെ നമുക്ക് കുട്ടികൾക്ക് ഷോർട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് നൽകിയിട്ടോ അല്ലെങ്കിൽ അൺലേബിൾഡ് സ്കെച്ച് കൊടുത്തിട്ട് അത് ലാബിൽ ചെയ്യാൻ പറഞ്ഞിട്ടോ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് എത്രത്തോളം മനസ്സിലായി എന്ന് ടീച്ചർക്ക് വിലയിരുത്താൻ വേണ്ടി ഈ ഒരു സ്റ്റെപ്പിലൂടെ പറ്റും. സോ ഇത്രയുമാണ് ഹെർബേഷ്യൻ പ്ലാനിങ്ങിൽ പറയാനുള്ളത്. 6 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഇൻട്രൊഡക്ഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് റീക്യാപിറ്റുലേഷൻ. ഇനി നമുക്ക് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പ്രീവിയസ് നോളജ് ഓഫ് ദ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ മാക്സിമം ആയിട്ടുള്ള ഫ്രം നോൺ ടു അൺനോൺ, അതായത് അറിയുന്ന ഒരു സംഭവത്തിൽ നിന്ന് അറിയാത്തൊരു സംഭവത്തിലേക്ക് പോകുന്ന ഒരു മാക്സിമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു സംഭവം നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് നോളജ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇതിനൊരു മെറിറ്റാണ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അതെന്താണ്, ന്യൂ നോളജ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈൽഡിൻ്റെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുന്നു. ചൈൽഡിൻ്റെ മൈൻഡിനെ റെഡി ആക്കുകയാണ് ന്യൂ നോളജ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ടീച്ചർ പാർട്ടിസിപ്പേഷൻ നടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്തുകൊണ്ടായിക്കോട്ടെ, ഈ ഒക്കെ രീതിയിലൂടെ ഒരു ടീച്ചർ സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ, ഒരു ഇൻവോൾവ്മെൻറ്റ് നടക്കുന്നുണ്ട് രണ്ട് ആളുടെയും. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനെസസറി റിപ്പീറ്റേഷൻ ഇൻ ടീച്ചിങ്, അതായത് ടീച്ചിങ്ങിലുള്ള അനാവശ്യമായിട്ടുള്ള റെപ്പിറ്റീഷൻ, ആവർത്തനം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് റീക്യാപിറ്റുലേഷൻ വളരെ യൂസ്ഫുൾ ആണ്. കാരണം അതൊരു മൊത്തം ക്ലാസ്സിൻ്റെ ഒരു സമ്മറി ആയിട്ട് കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളാണ്. മൊത്തത്തിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു സമ്മറിയാണ് ഈ ഒരു റീക്യാപിറ്റുലേഷനിലൂടെ ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റെപ്സിലൂടെ നമുക്ക് ലേണിംഗ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ലേണിംഗ് എന്തായിരിക്കും, കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും.
ഇത്രയുമാണ് ഇതിൻ്റെ ഒരു മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇത് റിജിഡ് ആണെന്നാണ് പറയുന്നത്. മോർ ദാൻ ഫ്ലെക്സിബിൾ. ഈ ഒരു പ്ലാനിങ് എന്താണ്, റിജിഡ് ആണെന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡിമെറിറ്റ്. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഗിവ് സ്റ്റുഡൻസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ തിങ്കിങ്. കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ഡിമെറിറ്റ് ആണ്. തേർഡ് ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എംഫസൈസസ് ടീച്ചിങ് റാദർ ദാൻ ലേണിംഗ്. ലേണിങ്ങിനെക്കാട്ടിയും കൂടുതലായിട്ട് ഇവിടെ ടീച്ചിങ് ആണ് എംഫസൈസ് ചെയ്യുന്നത് പറയപ്പെടുന്നു. ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് കണക്കാക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെർബേഷ്യൻ പ്ലാനിങ്. ആദ്യം നമ്മൾ ഇത് ഫൗണ്ട് ചെയ്ത അല്ലെങ്കിൽ ഇതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ പറ്റി പറഞ്ഞു. ഹു വാസ് ദാറ്റ്? ഹി വാസ് എ ജർമ്മൻ ഫിലോസഫർ ആൻഡ് എ ഗ്രേറ്റ് എഡ്യൂക്കേഷനിസ്റ്റ് നെയ്മഡ് ജോഹാൻ ഫെഡറിക് ഹെർബർട്ട്. പിന്നെ അദ്ദേഹം കുട്ടികളുടെ മൈൻഡ് എന്താണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ലേണർ എന്ന് പറയുന്നത് ഒരു ക്ലീൻ സ്ലേറ്റ് ആണെന്നും ഓൾ നോളജ് ഈസ് ഗിവൻ ഫ്രം ഔട്ട്സൈഡ് എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ എന്താണ്, പ്രീവിയസ് നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ന്യൂ നോളജ് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ 6 സ്റ്റെപ്സിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെയായിരുന്നു ഇൻട്രൊഡക്ഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ, റീക്യാപിറ്റുലേഷൻ. ദെൻ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സിനെ കുറിച്ചും ഞാൻ പറഞ്ഞു. So that's all about Herbartian planning. See you with another video. Till then, bye. And if you find this video useful, please subscribe my channel and support me. Thank you.